283 ദിവസമായ ഇന്ന് മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ അഷ്കർ സാറാണ്. കരിയർ ഗൈഡൻസ് രംഗത്ത് കേരളത്തിലെ മുൻനിര സ്ഥാപനമായ സിജിയുടെ കരിയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എന്ന നിലയിലും കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ സ്റ്റേറ്റ് ഫാക്കൽറ്റി എന്ന നിലയിലും പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായ വ്യക്തിത്വമാണ് അദ്ദേഹം. അതോടൊപ്പം കോഴിക്കോട് മുക്കം ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകൻ കൂടിയാണ് അഷ്കർ സാർ. നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ ഉൾക്കാഴ്ചകൾ പങ്കുവെക്കാൻ ഇത്രയും അനുയോജ്യനായ ഒരു വ്യക്തിത്വം ഇന്ന് നമുക്കൊപ്പമുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഈ പ്രോഗ്രാമിലേക്ക് സാറിനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പ്രോഗ്രാം ഡയറക്ടർ നൂസിയ മാഡം, ടീം ഇൻചാർജിൽ കൂടെയുള്ള ഷമീമ മാഡം, ടീം മെമ്പേഴ്സ്, ഈ പ്രോഗ്രാമിന്റെ കരുത്തായ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അഷ്കർ സാറെ ക്ഷണിക്കുന്നു. സാർ. ഓക്കെ, എന്നെ കേൾക്കുകയും പ്രസന്റേഷൻ കാണുകയും ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, സിജിയുടെ ആഭിമുഖ്യത്തിലുള്ള ഡിവിഷന്റെ 283 എപ്പിസോഡിലാണ് നാം ഇന്നുള്ളത്. സിജി CIGI സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ കഴിഞ്ഞ 30 വർഷമായി വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു NGO ആണ്, സർക്കാർ ഇതര സ്ഥാപനം. ലൈക്ക് ദാറ്റ് ഇറ്റ് ഈസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ലാഭം പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. സിജിയുടെ പ്രവർത്തനങ്ങൾ 7 ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് നടത്തുന്നത്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റ്. കരിയർ ഗൈഡൻസ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വ്യത്യസ്തങ്ങളായ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ഡിവിഷൻ ടൈറ്റിൽ, റോൾ ഓഫ് പാരന്റ്സ് ഇൻ കരിയർ പ്ലാനിങ്. കരിയർ ഗൈഡൻസ്, കരിയർ പ്ലാനിങ്, കരിയർ കൗൺസിലിംഗ് എന്നൊക്കെ നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള ഒന്നാണ്. കരിയർ ഗൈഡൻസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മെപ്പോലുള്ള ആൾക്കാർ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും കരിയർ ഗൈഡൻസ് കിട്ടേണ്ടത് കൂടുതലായിട്ട് രക്ഷിതാക്കൾക്കാണ് എന്നുള്ള കാര്യം. സത്യത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കാണ്, പക്ഷേ പാരന്റ്സിന് കൂടെ കരിയർ ഗൈഡൻസ് കിട്ടേണ്ടതുണ്ട്. ഈ ഒരു ടോപ്പിക്ക് സത്യത്തിൽ ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ അർത്ഥത്തിലാണ് രക്ഷിതാക്കളുടെ പങ്ക് കരിയർ പ്ലാനിങ് എന്നുള്ള ഒരു ടൈറ്റിൽ ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരിട്ട് സെഷനിലേക്ക് വരാം. ഇന്നത്തെ എൻ്റെ പ്രസന്റേഷൻ റോൾ ഓഫ് പാരന്റ്സ് ഇൻ കരിയർ പ്ലാനിങ് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ തുടങ്ങുന്നത് നേരിട്ട് റോൾ ഓഫ് പാരന്റ്സ് ഇൻ കരിയർ പ്ലാനിങ് എന്നുള്ളത്. എൻ്റെ പ്രസന്റേഷന്റെ അവസാന ഭാഗമാണ് റോൾ ഓഫ് പാരന്റ്സ് ഇൻ കരിയർ പ്ലാനിങ് എന്നുണ്ടാവുക. ഞാൻ ആദ്യം എന്താണ് കരിയർ പ്ലാനിങ്, എന്തുകൊണ്ട് കരിയർ പ്ലാനിങ്, ദെൻ എന്തെല്ലാമാണ് കരിയർ പ്ലാനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ കരിയർ പ്ലാനിങ്ങിലെ സ്റ്റെപ്സ് എന്ത് എന്നൊക്കെ വിശദീകരിക്കും. ഈ കാര്യങ്ങൾ ക്ലിയർ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ടൈറ്റിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാൻ കഴിയും. വാട്ട് ആർ ദി റോൾ ഓഫ് പാരന്റ്സ് ഇൻ കരിയർ പ്ലാനിങ്. നേരിട്ട് എന്താണ് പാരന്റ്സിന്റെ റോൾ എന്ന് ഞാൻ പറയുന്നില്ല. എന്താണ് കരിയർ പ്ലാനിങ്, ദെൻ എന്തുകൊണ്ട് കരിയർ പ്ലാൻ ചെയ്യണം, ഒരു കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മുടെ മക്കളുടെ കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട സ്റ്റെപ്സ് എന്ന് വിശദീകരിച്ചാൽ നമ്മുടെ റോൾ, രക്ഷിതാക്കളുടെ റോൾ എന്ത് എന്ന് മനസ്സിലാവും. ദെൻ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കരിയർ പ്ലാനിങ്? കരിയർ പ്ലാനിങ്, കരിയർ ഗൈഡൻസ്, കരിയർ കൗൺസിലിംഗ്, കരിയർ മെന്ററിങ്, കരിയർ കോച്ചിങ്, ഒരുപാട് കാര്യങ്ങൾ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട്, കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട് കേൾക്കാറുണ്ട്. ദെൻ കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായ ഒന്നാണ്. അതേസമയം ഇത് എന്ത് എന്ന് നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്ത ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരുപാട് ഡെഫിനിഷൻസ് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. വളരെ കോംപ്രഹെൻസീവ് ആയ ഒരു ഡെഫിനിഷനാണ് അവിടെ നൽകിയിരിക്കുന്നത്. കരിയർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതൊരു മാച്ചിങ് പ്രോസസ്സാണ്. അവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. എന്താണ് നമ്മുടെ കുട്ടിയുടെ ലക്ഷ്യം, ഇഷ്ടം, ദെൻ എന്താണ് നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ. കുട്ടിയുടെ താല്പര്യവും കുട്ടിയുടെ കഴിവും എവിടെയാണോ മാച്ച് ചെയ്യുന്നത് അവിടെ വെച്ച് കരിയർ ഗോൾ സെറ്റ് ചെയ്യുന്നതിനെയാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, എന്താണ് കുട്ടിയുടെ ഇഷ്ടം എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. കുട്ടിയുടെ ഇഷ്ടം തിരിച്ചറിയുക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം,
ഏതെങ്കിലും ഒരു ജോലിയോടുള്ള ഇഷ്ടമാണ്. ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, അക്കൗണ്ടന്റ് ആവണോ, ജേർണലിസ്റ്റ് ആവണോ, ടീച്ചർ ആവണോ എന്നുള്ള ഇഷ്ടം. അല്ലാതെ ഏതെങ്കിലും ഒരു വിഷയത്തോട് ഇഷ്ടമുണ്ടോ, ഇഷ്ടമില്ലേ, എളുപ്പമാണോ, ബുദ്ധിമുട്ടാണോ എന്നുള്ളതല്ല. പലപ്പോഴും നമ്മുടെ മക്കൾ കരിയർ ഗോൾ സെറ്റ് ചെയ്യുന്നത് പലപ്പോഴും ഇഷ്ടങ്ങൾ നോക്കിയിട്ടാണ്. 10ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് അതിനാണ്, അല്ലെങ്കിൽ ഗ്രേഡ് അതിനാണ്, അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ ഈ ഒരു വിഷയത്തിന് ഗ്രേഡ് ഇല്ല, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പോവേണ്ടതില്ല എന്ന്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ല എന്ന് നോക്കിയിട്ടല്ല നമ്മൾ കരിയർ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മുടെ മക്കളുടെ കരിയർ പ്ലാൻ ചെയ്യേണ്ടത് ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എന്നുള്ള അർത്ഥത്തിലുള്ള ഇഷ്ടം എന്ത് എന്ന് നോക്കിയിട്ടാണ്. ഇഷ്ടം മാത്രം നോക്കിയാൽ പോരാ, നമ്മുടെ കുട്ടികളുടെ കഴിവും നോക്കണം. നമ്മുടെ കുട്ടികളുടെ കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയും, അഭിരുചി, ഇൻബോൺ എബിലിറ്റി ടു ഡു സംതിങ്, ജന്മനാ ഉള്ള കഴിവ്. നമ്മൾ ചില ആൾക്കാരെ കുറിച്ചൊക്കെ പറയാറുണ്ട്, അയാൾ പാടാൻ ഉഷാറാണ്, ഇവൾ വരക്കാൻ ഉഷാറാണ് എന്നൊക്കെ. ഇതൊക്കെ പൊതുവെ സ്കൂളുകളിൽ പോയി ഉണ്ടാക്കുന്നതല്ല, ജന്മനാ ഉള്ള കഴിവാണ്. ഇങ്ങനെ ജന്മനാ ഉള്ള കഴിവിന്റെ മേഖല തിരിച്ചറിഞ്ഞ് കോഴ്സുകളും സ്ഥാപനങ്ങളും തിരഞ്ഞെടുത്താൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് ഒരു മേഖലയിൽ ഷൈൻ ചെയ്യാൻ കഴിയുള്ളൂ, തിളങ്ങാനും കഴിയുള്ളൂ, ശോഭിക്കാനും കഴിയുള്ളൂ. ഇതോടൊപ്പം കൂട്ടി പറയേണ്ട മറ്റൊന്നാണ് എഫേർട്ട്. പണിയെടുക്കണം. താല്പര്യമുണ്ട്, കഴിവില്ല, പ്രശ്നമാണ്. കഴിവുകളുണ്ട്, തിരിച്ച് താല്പര്യമില്ലെങ്കിലും പ്രശ്നമാണ്. താല്പര്യവും കഴിവും ഉണ്ടെന്ന് വിചാരിക്കുക, എഫേർട്ട് എടുത്തിട്ടെങ്കിൽ രക്ഷമല്ല. താല്പര്യവും കഴിവും മാത്രം പോരാ, അധ്വാനവും വേണം. പലപ്പോഴും 10ലും 12ലും ഒക്കെ ഒരുപാട് A+കളൊക്കെ വാങ്ങിയ ആൾക്കാരെ പിന്നീട് ചിത്രത്തിൽ കാണാതാവാറുണ്ട്. കാരണം താല്പര്യമില്ലാത്തതല്ല, കഴിവില്ലാത്തതല്ല, അധ്വാനിക്കാൻ വിട്ട് പോയിട്ടുണ്ടാവും. സോ താല്പര്യം, കഴിവ്, അധ്വാനം. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒന്നാണ് സ്കോപ്പ്, സ്കോപ്പ്, സ്കോപ്പ്. അതിന് സ്കോപ്പ് ഉണ്ടോ, ഇതിന് സ്കോപ്പ് ഉണ്ടോ, നല്ല കോഴ്സ് ഏതാണ് എന്നൊക്കെ. ഞാൻ പറയുക, സ്കോപ്പ് ഉള്ള ഒരു കോഴ്സ്, സ്കോപ്പ് ഇല്ലാത്തൊരു കോഴ്സ് എന്നൊന്നില്ല. സ്കോപ്പ് ഉള്ളതും സ്കോപ്പ് ഇല്ലാത്തതും ഏതെങ്കിലും ഒരു കോഴ്സിനോ സ്ഥാപനത്തിനോ അല്ല, നമ്മുടെ മക്കൾക്കാണ്. നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഉഷാറായാൽ, ഷൈൻ ചെയ്താൽ, തിളങ്ങിയാൽ, ശോഭിച്ചാൽ എന്തുണ്ട്? സ്കോപ്പ് ഉണ്ട്. നമ്മുടെ മക്കൾ ഏതെങ്കിലും ഒരു മേഖലയിൽ തിളങ്ങിയിട്ടില്ലെങ്കിൽ എന്തില്ല? സ്കോപ്പ് ഇല്ല. വളരെ സിമ്പിളാ. അപ്പൊ അടുത്ത ചോദ്യം വരും രക്ഷിതാക്കൾക്ക്, എപ്പോഴാണ് എൻ്റെ കുട്ടി തിളങ്ങുക എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ മക്കൾ തിളങ്ങുക എഫേർട്ട് എടുക്കുന്ന സമയത്താ. അപ്പോൾ രക്ഷിതാക്കൾക്ക് വീണ്ടും ചോദ്യം വരും, എപ്പോഴാണ് എൻ്റെ കുട്ടി എഫേർട്ട് എടുക്കുക എന്നുള്ളത്. അതും ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ മക്കൾ എഫേർട്ട് എടുക്കുക നമ്മുടെ മക്കൾക്ക്, ശ്രദ്ധിക്കണേ, നമ്മുടെ മക്കൾക്ക് ഇഷ്ടവും കഴിവും ഉള്ള മേഖലയിൽ എത്തിയാലാണ്. സോ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, എഫേർട്ട്. താല്പര്യം, കഴിവ്, അധ്വാനം. ഈ 3 സംഗതികൾ ഒത്തിണങ്ങി വന്നാൽ എല്ലാറ്റിനും സാധ്യത ഉണ്ട്. ഇവിടെ എന്തെങ്കിലും മിസ്മാച്ചുകൾ വന്നാൽ സാധ്യതയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കരിയർ പ്ലാൻ ചെയ്യണം, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്നൊക്കെ പറയുന്നത്. എന്തുകൊണ്ട് കരിയർ പ്ലാനിങ്? കരിയർ പ്ലാനിങ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. കരിയർ പ്ലാനിങ്ങിന്റെ പ്രാധാന്യം പറയുകയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ കാര്യം പരാജയപ്പെടാൻ പ്ലാൻ ചെയ്യുന്നു എന്നാണ്. നമ്മളാരും തന്നെ ബോധപൂർവം പരാജയപ്പെടാൻ പ്ലാൻ ചെയ്യാറില്ല, പക്ഷേ നമ്മൾ പലപ്പോഴും വിജയിക്കാൻ പ്ലാൻ ചെയ്യാൻ വിട്ടു പോവാറുണ്ട്. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ തീർച്ചയായിട്ടും കരിയർ പ്ലാനിങ് നിർബന്ധമാണ്. ഇന്നത്തെ ലോകത്തെ ഒരു പ്രത്യേകതയാണ് VUCA, VUCA, വോളറ്റൈൽ, അൺസർട്ടൈൻ, കോംപ്ലക്സിറ്റി ആൻഡ് ആംബിഗിറ്റി. ഇന്നത്തെ ലോകത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അസ്ഥിരത. ഒന്നും സ്ഥിരമായിട്ടില്ല, എല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. മാറ്റമില്ലാത്തതൊന്നു മാത്രമേ ഉള്ളൂ, അത് മാറ്റം എന്നുള്ളതാണ്. അനിശ്ചിതത്വം നിറഞ്ഞതാണ് ഇന്നത്തെ ലോകം. ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക ഇറാനിൽ എപ്പോൾ ബോംബിടും, അല്ലെങ്കിൽ ഇറാൻ ഹോമസ് കടലിടുക്ക് എന്ന് അടക്കും, എപ്പോൾ അടക്കും, ഇതൊക്കെ നമ്മുടെ ജോലിയെ ബാധിക്കുന്ന സംഗതിയാണ്. അതിസങ്കീർണമാണ് ഇന്നത്തെ ലോകം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും മെഷീൻ ലേണിംഗിന്റെയും റോബോട്ടിക്സിന്റെയും കാലത്ത് നമുക്ക് അവ്യക്തമായ ലോകമാണ് കാണാൻ കഴിയുക. ഈ 4 അക്ഷരങ്ങൾ വളരെ ക്ലിയർ ആണ് എന്തുകൊണ്ട് കരിയർ പ്ലാൻ ചെയ്യണം എന്നുള്ളത്. എന്നെ കേൾക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം, ഈ ചിത്രത്തെക്കുറിച്ച് വളരെ ചെറിയൊരു സെന്റൻസ്. നിങ്ങൾക്ക് ഈ ചിത്രം കണ്ടിട്ട് കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓപ്പൺ ടു ഓൾ. ഡെസ്റ്റിനേഷൻ നിർണയിച്ചിട്ടില്ല,
അങ്ങനെയാണ് യാത്ര പുറപ്പെട്ടത്. ഓക്കെ, ലുക്മാൻ സാർ പറഞ്ഞു. ഓക്കെ, ദെൻ ഒന്നോ രണ്ടോ ആൾക്ക് കൂടെ പറയാം. രണ്ടുപേർക്കും അവന് യോജിക്കാവുന്ന ഒരു അവന് ഇത് വേണം. ഹലോ സോറി, യെസ് നാസർ മാഷ്. അവന് എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ ഉണ്ട്, പക്ഷേ അവന് എക്സലൻസ് ഇല്ല, അതിന് ഒരു ഉൾക്കാഴ്ച ഇല്ല. ഫോർമൽ ക്വാളിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവന് മുൻകൂട്ടിയുള്ള കാഴ്ചപ്പാടില്ല. അതാണ് അവന്റെ പ്രശ്നം. ഓക്കെ, സ്കില്ലില്ല. യെസ് യെസ് വളരെ അടുത്തെത്തുമ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. യെസ്. നമ്മൾ സാധാരണ രക്ഷിതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ധാരാളം പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, അവൻ ഇത്ര പഠിച്ചു ഇവൾ അത്ര പഠിച്ചു എന്നിട്ടും ജോലിയൊന്നും കിട്ടിയിട്ടില്ല എന്ന്. ഇത് വളരെ വ്യക്തമാണ് ഈ ചിത്രത്തിൽ നിന്നും. ഈ കുട്ടിയുടെ അടുത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റും ഡിഗ്രി ഒക്കെ ഉണ്ട്, പക്ഷെ ഇൻഡസ്ട്രിക്ക്, വ്യവസായ മേഖലക്ക്, സൊസൈറ്റിക്ക് എന്താണ് ആവശ്യമുള്ളത് അത് കൊടുക്കാൻ ഈ കുട്ടിക്ക് കഴിയുന്നില്ല. അവിടെ നമുക്ക് ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. ടെക്നിക്കലി ഇതിന് പറയുന്ന പേരാണ് ഇൻഡസ്ട്രിയ അക്കാദമി ഗ്യാപ്പ്, അക്കാദമിക വ്യവസായ അന്തരം. ഈ ഒരു ഗ്യാപ്പ് മേക്കപ്പ് ചെയ്യണമെങ്കിൽ ശരിയായ കരിയർ പ്ലാനിങ് ആവശ്യമാണ്. ദെൻ ഒരുപാട് കാരണങ്ങൾ ഇനിയുണ്ട് എന്തുകൊണ്ട് കരിയർ പ്ലാൻ. ഇഷ്ടപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ കരിയർ പ്ലാൻ ചെയ്തിരിക്കണം. നമ്മുടെ മക്കളുടെ സമയം ഒരുപാട് ലാഭിക്കാൻ കരിയർ പ്ലാനിങ് സഹായിക്കും. പലപ്പോഴും റെയിൽ ചെയ്തു പോയി സമയം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് നേരത്തെ ഒരുക്കങ്ങൾ തുടങ്ങാൻ പറ്റും. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് സയൻസ് എടുത്തതെങ്കിൽ ആ കുട്ടി +1 +2 പഠിക്കുന്ന സമയത്ത് നീറ്റിന് വേണ്ടി പ്രിപ്പറേഷൻ തുടങ്ങും. അതേസമയം പ്രത്യേകിച്ച് ഒരു കരിയർ ഗോളൊന്നും സെറ്റ് ചെയ്യാതെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടി 10th എടുത്തതെങ്കിൽ, സയൻസ് എടുത്തതെങ്കിൽ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങാനുള്ള സാധ്യത ഇല്ല. നേരത്തെ ഒരുക്കങ്ങൾ തുടങ്ങാൻ കരിയർ പ്ലാനിങ് സഹായിക്കും. ഇതിന് ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും, കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരില്ല. ഇപ്പൊ ഒരാള് സയൻസ് എടുത്തു, ഫോർ എക്സാമ്പിൾ മാത്തമാറ്റിക്സിൽ ഒരു പ്രോബ്ലം ചെയ്യാണ്, കുറച്ച് അഡ്വാൻസ്ഡ് പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക. ആ കുട്ടി അത് ഇഷ്ടപ്പെട്ട് ചെയ്യും. ഒരു എഞ്ചിനീയർ ആവണമെന്ന് ആഗ്രഹിച്ചാണ് കുട്ടി സയൻസ് പഠിക്കുന്നതെങ്കിൽ. അതേസമയം സയൻസ് എടുത്താൽ എല്ലായിടത്തേക്കും പോവാം, സയൻസ് എടുത്താൽ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ച് ഒരു ഒഴുക്കൻ മട്ടിലാണ് ആ കുട്ടി സയൻസ് എടുത്തതെങ്കിൽ ഒരുപക്ഷെ ആ മാത്തമെറ്റിക്സ് കഷ്ടപ്പെട്ടായിരിക്കും ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക. ദെൻ നമ്മുടെ മക്കൾ രാവിലെ ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു സന്തോഷത്തോടു കൂടെയാണ്, ദെൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് വളരെ സംതൃപ്തിയോടെ ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ കരിയർ പ്ലാൻ ചെയ്തിരിക്കണം. സോ എന്താണ് കരിയർ പ്ലാനിങ്, എന്തുകൊണ്ട് കരിയർ പ്ലാനിങ്, 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ദെൻ എങ്ങനെ ഒരു കരിയർ തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. പലപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ വിധിയെ നിശ്ചയിക്കുന്നത് എന്ന്. ചിലപ്പോൾ രക്ഷിതാക്കൾ സോറി എന്നെ കൊണ്ടല്ല എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ എന്നെ കൊണ്ടല്ലല്ലോ, സോറി. ചിലപ്പോൾ രക്ഷിതാക്കളൊക്കെ പറയും അത് അവന്റെ വിധിയായി പോയി എന്താ ചെയ്യുക, അത് അല്ലെങ്കിൽ അവളുടെ വിധിയായി പോയി എന്താ ചെയ്യുക എന്നുള്ളത്. സത്യത്തിൽ നമ്മുടെ വിധിയെ നിശ്ചയിക്കുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ മക്കളുടെ വിധിയെ നിശ്ചയിക്കുന്നത് നമ്മുടെ മക്കളുടെ തിരഞ്ഞെടുപ്പാണ്. സോ കരിയർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിരിക്കണം. അതിൽ 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ്, സെക്കൻഡ് വൺ ആപ്റ്റിറ്റ്യൂഡ്, തേർഡ് വൺ എഫേർട്ട്. ഇതിന് പുറമെ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട് വിശദീകരിച്ച് പറയാൻ സമയമില്ല. ജോലിയുടെ സ്വഭാവം എന്താണ്, ജോലിയുടെ ചുറ്റുപാട് എന്താണ്, സാലറി ഉണ്ടോ, സ്റ്റാറ്റസ് ഉണ്ടോ, ആണാണോ പെണ്ണാണോ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വാല്യൂസ്, എത്തിക്സ്, പേഴ്സണാലിറ്റി ടൈപ്പ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ദെൻ എന്താണ് കരിയർ പ്ലാനിങ്ങിലെ ഘട്ടങ്ങൾ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് കരിയർ പ്ലാനിങ്, എന്തുകൊണ്ട് കരിയർ പ്ലാനിങ്, കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ദെൻ എന്താണ് കരിയർ പ്ലാനിങ്ങിലെ സ്റ്റെപ്സ്. കരിയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ കഴിവുകളെ കുറിച്ച് സ്വയം വിലയിരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പലപ്പോഴും രക്ഷിതാക്കൾ ഗോളങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കണം. നീ ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ആവണം, അല്ലെങ്കിൽ ജേർണലിസ്റ്റ് ആവണം എന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയെ കൊണ്ട്. പക്ഷേ ഇതല്ല ആദ്യം ചെയ്യേണ്ടത്. പലപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാവുക ഗോൾ സെറ്റ് ചെയ്യണം, ഗോൾ സെറ്റ് ചെയ്യണമെന്ന്. സംശയമൊന്നുമില്ല, ഗോൾ സെറ്റ് ചെയ്യണം. പക്ഷേ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ 2 പണികൾ എടുക്കേണ്ടതുണ്ട്. ദെൻ ഓൺലി ഗോൾ സെറ്റിംഗ്. അതിൽ ഒന്നാമത്തെ പണിയാണ് സ്വയം വിലയിരുത്തുക. നമ്മുടെ കുട്ടിയുടെ കഴിവുകൾ എന്തെല്ലാമാണ്, നമ്മുടെ കുട്ടികൾ കഴിവുകേടുകൾ എന്തെല്ലാമാണ്, നമ്മുടെ കുട്ടിക്കുള്ള അവസരങ്ങൾ എന്തെല്ലാമാണ്,
നമ്മുടെ കുട്ടിക്കുള്ള വെല്ലുവിളികൾ എന്തെല്ലാമാണ്. എല്ലാ കഴിവുകളുടെയും ഒരു കുട്ടിയും ജനിക്കുന്നില്ല, മുഴുവൻ വെല്ലുവിളികളുമായിട്ടും ഒരു കുട്ടിയും ജനിക്കുന്നില്ല, എല്ലാ അവസരങ്ങളും ഒത്തിണങ്ങിയിട്ടും ഒരു കുട്ടി ജനിക്കുന്നില്ല, മുഴുവൻ വെല്ലുവിളികളുമായിട്ടും ഒരു കുട്ടി ജനിക്കുന്നില്ല. ഇതൊക്കെ പല അളവിലാണ് ഉണ്ടാവുക. ഇത് തിരിച്ചറിയുക എന്നുള്ളതാണ് കരിയർ പ്ലാനിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ മാർക്കറ്റ് റിസർച്ച് നടത്തണം, വിപണി ഗവേഷണം. എന്താണ് മാർക്കറ്റിന് ആവശ്യമുള്ളത്, ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ളത്? നമ്മൾ സാധാരണ പറയാറുണ്ട് ഡിമാൻഡും സപ്ലൈ ആണ് വിലയെ നിശ്ചയിക്കുക എന്നുള്ളത്. അപ്പൊ അർത്ഥത്തിൽ സൊസൈറ്റിക്ക് ആരെ വേണം എന്ന് നമ്മൾ തിരിച്ചറിയുക. ദെൻ ഗോൾ സെറ്റിംഗ്. അതിനുശേഷമാണ് നമ്മുടെ മക്കളുടെ ഗോള് സെറ്റ് ചെയ്യേണ്ടത്. ദെൻ മറ്റൊന്നാണ് ഫോളോ അപ്പ്. പലപ്പോഴും 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടി ഡോക്ടർ ആവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. ദെൻ +1 അപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ദെൻ +1 ക്ലാസ് തുടങ്ങി 1-2 മാസം കഴിഞ്ഞ് ഈ കുട്ടി ഒരു ഫോളോ അപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാവും. സോ ഫോളോ അപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗോള് നിശ്ചയിക്കുന്നത് കൂടെ പണി കഴിയുന്നില്ല, ഗോള് നിശ്ചയിക്കുന്നത് കൂടെ പണി തുടങ്ങുന്നതേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് കരിയർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഈ ഭാഗങ്ങൾ ക്ലിയർ ആയാൽ എന്താണ് ഒരു രക്ഷിതാവിന്റെ റോള് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനു മുന്നേ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ആഫ്റ്റർ +2 ദെൻ വാട്ട് നെക്സ്റ്റ്. പലപ്പോഴും 10ാം ക്ലാസ് ശേഷം എന്ത് എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. 10ന് ശേഷം എന്ത്, അത് പരീക്ഷ SSLC +2 കമ്പയർ ചെയ്യുന്ന സമയത്തും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് SSLCക്കായിട്ട് കാണാറുണ്ട്. SSLCക്ക് പ്രാധാന്യമുണ്ട്, പക്ഷേ +2വിന് ശേഷം എന്ത് എന്നുള്ള ഒരു ധാരണ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് ഉണ്ടാവണം, രക്ഷിതാക്കൾക്കും ഉണ്ടാവണം. പലപ്പോഴും രക്ഷിതാക്കൾ സയൻസ് എടുത്തു, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്തു, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്തു, എൻ്റെ കുട്ടി എന്ന് തീരുമാനിച്ച് തിരഞ്ഞെടുത്ത് കൊടുത്ത് പണി കഴിഞ്ഞു എന്ന് വിചാരിക്കുകയാണ്. സോറി, രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തൻ്റെ കുട്ടി 10 കഴിഞ്ഞിട്ട് ആദ്യം ആലോചിക്കേണ്ടത് 10ന് ശേഷം എന്ത് എന്നല്ല, 12ന് ശേഷം എന്ത് എന്ന്. ഐ റിപ്പീറ്റ്, രക്ഷിതാക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുടെ കേസിൽ ആദ്യം ആലോചിക്കേണ്ടത് 10ാം ക്ലാസ്സിന് ശേഷം എന്ത് എന്നല്ല, 12ാം ക്ലാസ്സിന് ശേഷം എന്ത് എന്ന. എങ്കിൽ മാത്രമേ +1 +2 പഠനം കുറച്ചും കൂടെ ഗോൾ ഓറിയന്റഡ് ആവുകയുള്ളൂ. 2 എക്സാമ്പിൾ ഞാൻ പറയാം, പെട്ടെന്ന് ക്ലിയർ ആവും. ഒരു കുട്ടിക്ക്, തൻ്റെ കുട്ടിക്ക് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഡോക്ടർ ആവാൻ പോകാൻ കഴിയില്ല. 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ആവാൻ പോകാൻ കഴിയുക, MBBS പഠിക്കാൻ കഴിയുക. 12ാം ക്ലാസ് കഴിഞ്ഞ് MBBS പഠിക്കണമെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, സയൻസ് എടുക്കണം. ആ രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇനി ഒരു കുട്ടിക്ക് CA-കാരനാവണമെന്ന് ആഗ്രഹമുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് CA പഠിക്കാൻ പോകാൻ കഴിയില്ല, 12ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് CAക്ക് പഠിക്കാൻ പോകാൻ കഴിയുക. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് CAക്ക് പോവാൻ +2 സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, ഏതുമാവാം എന്ന് വിചാരിച്ച് സയൻസ് എടുത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, റെക്കോർഡ്, പ്രാക്ടിക്കൽ കോച്ചിങ്ങുമായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. +2വില് മാത്സ് എന്ന കൊമേഴ്സ് കോമ്പിനേഷൻ ഉണ്ട്. അത് പഠിച്ചാൽ ആ കുട്ടിക്ക് CA എൻട്രൻസിലെ 4ൽ 3 പേപ്പർ ഏറെക്കുറെ പഠിച്ചു കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 കഴിഞ്ഞ ഒരു കുട്ടി, രക്ഷിതാവ് ശ്രദ്ധിക്കുക, 10ന് ശേഷം എന്ത് എന്നതിന് മുന്നേ 12ന് ശേഷം എന്ത് എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിളുകൾ നമുക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ +2 ദെൻ വാട്ട് നെക്സ്റ്റ്. സയൻസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ദെൻ സയൻസ് എടുത്ത ആൾക്കാർ സയൻസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും 4 സാധ്യതകളുണ്ട്. ഒന്ന് മെഡിക്കലാണ്, മറ്റൊന്ന് എഞ്ചിനീയറിംഗ് ആണ്, മറ്റൊന്ന് അലൈഡ് ഹെൽത്ത് പ്രൊഫഷൻ ആണ്, നമ്മൾ പാരാമെഡിക്കൽ എന്ന് പറയും. ദെൻ മറ്റൊന്ന് ബേസിക് സയൻസ് ആണ്, പ്യുവർ സയൻസ് പഠിച്ചിട്ട് മുന്നോട്ട് പോവാം. ദെൻ മറ്റൊരു മേഖല കൊമേഴ്സ് മേഖലയാണ്. സയൻസ് കഴിഞ്ഞ ആൾക്കാർക്കും വരാം, ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ആൾക്കാർക്കും വരാം +2വിന് ശേഷം. ദെൻ കൊമേഴ്സ് +1 +2 പഠിച്ച കുട്ടികൾക്കും വരാം. പ്രധാനമായിട്ട് 2 ഏരിയ ആണുള്ളത്. ഒന്ന് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്ന് പറയും, അക്കൗണ്ടന്റ് ആവുക, ഓഡിറ്റർ ആവുക തുടങ്ങിയ മേഖല. മറ്റൊന്ന് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയും, വലിയ വലിയ സ്ഥാപനങ്ങളിലെ മാനേജ്മെന്റ് പോസ്റ്റിലേക്ക് വരും. ഒന്നാമത് പറഞ്ഞ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയിലേക്ക് 2 വഴിയുണ്ട്. ഫസ്റ്റ് വൺ ചാർട്ടേഡ് കോഴ്സുകളാണ്. പൊതുവെ കോളേജുകളൊന്നും ഉണ്ടാവില്ല, കോച്ചിങ് സെന്ററിലൊക്കെ പോയിട്ട് പഠിക്കും. CA, ACCA, CMA തുടങ്ങിയ കോഴ്സുകൾ. അത്രത്തോളം കോൺഫിഡൻസ് ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ BComന് പോവാം. മാനേജ്മെന്റ് മേഖലയിൽ +2 കഴിഞ്ഞ് നേരിട്ട് MBAക്ക് പോകാൻ ഓപ്ഷൻ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് IPM. അല്ലെങ്കിൽ സാധാ ഡിഗ്രിക്ക് പോവുക, ദെൻ MBA ചെയ്യുക. ഇതാണ് കൊമേഴ്സിന്റെ 2 വലിയ ലോകം. ദെൻ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് മേഖല എന്ന വലിയൊരു ലോകം വേറെ ഉണ്ട്. ജേർണലിസം ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സോഷ്യൽ വർക്ക് ഉണ്ട്, ടീച്ചിങ് ഉണ്ട്, ലാംഗ്വേജ് സ്റ്റഡീസ് ഉണ്ട്, ലീഗൽ സ്റ്റഡീസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മേഖലകൾ +2വിന് ശേഷമുണ്ട്. ഇതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് നല്ല ധാരണ
ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് കോമ്പറ്റിറ്റീവ് എക്സാംസ്. രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികളെ പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ ജോലിക്ക് വേണ്ടി പഠിപ്പിക്കുന്നത് പൊതുവെ കാണാറില്ല. അതുകൊണ്ട് ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠിപ്പിക്കലും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പഠിക്കൽ കാലഘട്ടത്തിൽ ചെയ്തു കൊടുക്കാവുന്നതാണ്. ഒരുപാട് കാലം +2 ഡിഗ്രി PG PhD ഒന്നും പഠിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. വലിയ വലിയ ഗവൺമെന്റ് ജോലികൾ ഇന്ത്യയിൽ കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. അപ്പൊ അതിനെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. IAS IPS തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളുണ്ട് UPSC പരീക്ഷ വഴി. ദെൻ സെക്കൻഡ് സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് ജോലി കൊടുക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ബാങ്ക് ജോലി കിട്ടണമെങ്കിൽ അതിനുള്ള പ്രത്യേക IBPS ടെസ്റ്റ് ഉണ്ട്. NDA ടെസ്റ്റ് ഡിഫൻസ് മേഖലയിലേക്കുണ്ട്. അതുപോലെ തന്നെ കേരള PSC ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്തൽ ഓരോ രക്ഷിതാവിന്റെയും റോളാണ്. ഇതിനു വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങാം. എല്ലാറ്റിലും ഉണ്ടാവുക 4 മേഖലയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് സിവിൽ സർവീസ് ആവാം, അല്ലെങ്കിൽ പ്യൂണിന്റെയോ ക്ലർക്കിന്റെയോ പരീക്ഷ ആവാം. ഒന്ന് ജനറൽ ഇംഗ്ലീഷ് ആണ്, മറ്റൊന്ന് ബേസിക് മാത്തമാറ്റിക്സ് ആണ്, മറ്റൊന്ന് ജനറൽ സ്റ്റഡീസ് ആണ്. ഇതിൽ GK ഉണ്ടാവും, അതുപോലെ തന്നെ കറണ്ട് അഫയർ ഉണ്ടാവും. ലോജിക് റീസണിങ് കപ്പാസിറ്റി ചെക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇതിനു വേണ്ടിയിട്ടൊക്കെ സിസ്റ്റമാറ്റിക്കായി സയന്റിഫിക്കായി കുറച്ച് എല്ലാ ദിവസവും പ്രിപ്പയർ ചെയ്യാനൊക്കെ കുട്ടികളെ പറഞ്ഞു കൊടുക്കേണ്ടത് രക്ഷിതാവിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ്. ഇത്രയും ഭാഗം രക്ഷിതാക്കൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ഭാഗം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്, റോൾ ഓഫ് പാരന്റ്സ് ഇൻ കരിയർ പ്ലാനിങ്. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡ് ചൈൽഡ്സ് കരിയർ ഇൻട്രസ്റ്റ്. കുട്ടിയുടെ താല്പര്യം തിരിച്ചറിയുക എന്നുള്ളതാണ് കരിയർ പ്ലാനിങ്ങിലെ രക്ഷിതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ. തൻ്റെ താല്പര്യങ്ങളല്ല. അവോയ്ഡ് ഇമ്പോസിങ് പേഴ്സണൽ ഇൻട്രസ്റ്റ്. എനിക്ക് ഡോക്ടർ ആവാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് എന്നെ എഞ്ചിനീയർ ആക്കിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ കുട്ടി എഞ്ചിനീയർ ആവണം എന്നൊരിക്കലും ഒരു രക്ഷിതാവ് വിചാരിക്കാൻ പാടില്ല. അണ്ടർസ്റ്റാൻഡിങ് ചൈൽഡ്സ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കുട്ടിയുടെ അഭിരുചി തിരിച്ചറിയുക എന്നുള്ളതാണ് മറ്റൊരു റോൾ. ദെൻ മോട്ടിവേറ്റ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ. കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുട്ടികളെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യണം ഓരോ രക്ഷിതാവും. ദെൻ രക്ഷിതാവ് അപ്ഡേറ്റഡ് ആയിരിക്കണം. കുട്ടി പുതിയ ലോകത്താണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ രക്ഷിതാക്കൾ പഴയ ചിന്തയിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ പലപ്പോഴും ക്ലാഷുകൾ ഉണ്ടാവും. അതുകൊണ്ട് മാറുന്ന കരിയർ ലോകത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് രക്ഷിതാവ് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. എവിടെയെങ്കിലും ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിനൊക്കെ മക്കളെ പറഞ്ഞയക്കുക എന്നുള്ളത് രക്ഷിതാവിന്റെ റോളാണ്. ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല കരിയറിന്റെ വിഷയത്തിൽ. അയൽവാസി നീറ്റ് കോച്ചിങ്ങിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മാവന്റെ മകൾ CA പ്രിപ്പയർ ചെയ്തതാണ്, അതുകൊണ്ട് നീയും ഡോക്ടർ ആവണം അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ദെൻ മോട്ടിവേഷൻ കൊടുക്കണം, അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് നൽകണം. ദെൻ സ്കിൽ ഡെവലപ്മെന്റിനുള്ള എല്ലാവിധ സഹായങ്ങളും രക്ഷിതാവ് നടത്തണം. ഒരുപാട് ഡിഗ്രിയും സർട്ടിഫിക്കറ്റും ഉണ്ടായിട്ട് ഇന്നത്തെ ലോകത്ത് കാര്യമില്ല. സ്കില്ലുണ്ടോ ജോലിയുണ്ട്, സ്കില്ലില്ലേ ജോലിയില്ല. ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള വഴികൾ ഒക്കെ ഓരോ രക്ഷിതാവും പറഞ്ഞു കൊടുക്കണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ടീച്ചേഴ്സുമായിട്ട് കരിയർ ഗൈഡുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക. പലപ്പോഴും കുട്ടികളെ സ്കൂളുകളിലൊക്കെ കരിയർ ഗൈഡൻസ് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് വളരെ വളരെ ലേറ്റ് ആയിട്ടാണ്. അതുകൊണ്ട് ഓരോ രക്ഷിതാവിനും ധാരണ ഉണ്ടാവണം തൻ്റെ സ്കൂളിൽ ഒരു കരിയർ ഗൈഡ് ഉണ്ടോ, അതുപോലെ തന്നെ ടീച്ചേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട് ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്നവരുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. എന്നിട്ട് അവരൊക്കെ ആയിട്ട് നിരന്തരം കോണ്ടാക്ട് ചെയ്യുന്നത് ഓരോ രക്ഷിതാവിൻ്റെയും റോളാണ്. ദെൻ പ്രൊമോട്ട് ലൈഫ് ലോങ് ലേണിംഗ്. പലപ്പോഴും ഇൻസ്റ്റയിലോ വാട്സപ്പിലോ പരസ്യം ഉണ്ടാവും, ഉടൻ ജോലി, വലിയ ശമ്പളം, കൂടുതൽ പഠിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് 6 മാസത്തെ കോഴ്സിനൊന്നും നമ്മുടെ മക്കളെ പ്രൊമോട്ട് ചെയ്യരുത്. അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് ജോലി ഉള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, അവരൊക്കെ ലൈഫ് ലോങ് ലേണിങ്ങിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യണം. ദ ലാസ്റ്റ് വൺ, റെസ്പെക്ട് ദി ചൈൽഡ്സ് ഫൈനൽ ഡിസിഷൻ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ വിചാരിച്ച സ്ഥലത്തേക്കായിരിക്കില്ല കുട്ടി പോകുന്നത്. കുട്ടിയുടെ തീരുമാനം കരിയറിന്റെ വിഷയത്തിൽ എന്താണോ അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഓരോ രക്ഷിതാവിൻ്റെയും റോളാണ്. ദെൻ പണ്ടൊക്കെ രക്ഷിതാവിന്റെ റോൾ എന്തായിരുന്നു, ഇന്ന് രക്ഷിതാവിന്റെ റോൾ എന്തായിരുന്നു എന്നുള്ളൊരു കമ്പാരിസൺ ആണ് 3 പോയിന്റിൽ ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. പണ്ട് മാർക്കിലായിരുന്നു പ്രാധാന്യം, ഇന്ന് രക്ഷിതാവിന്റെ റോള് കരിയർ മെന്ററാവുക എന്നുള്ളതാണ്. പണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള കരിയർ ആയിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്, ഡോക്ടർ, എഞ്ചിനീയർ, അക്കൗണ്ടന്റ്. ഇന്ന് അങ്ങനെയല്ല.
മാറുന്ന ലോകത്തെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലേക്ക് നമ്മൾ രക്ഷിതാക്കള് കുട്ടികൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കൊടുക്കണം. ദെൻ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചായിരുന്നു പണ്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇന്ന് അങ്ങനെ ആവാൻ പാടില്ല. മക്കളെ ഫ്യൂച്ചർ റെഡി ആക്കാനുള്ള സ്കിൽ ഡെവലപ്മെന്റിനൊക്കെ സഹായിച്ച് കൊണ്ടിരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മാതാവിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് സ്വന്തം മക്കൾക്കായിട്ട് ശരിയായ ഒരു തൊഴിൽ തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതിലല്ല. ഐ റിപ്പീറ്റ്, ഒരു മാതാവിന്റെ ഏറ്റവും നല്ല വിജയം എന്ന് പറയുന്നത് സ്വന്തം മക്കൾക്കായിട്ട് നല്ല ഒരു കരിയർ തിരഞ്ഞു കൊടുക്കുന്നതിലല്ല. ദെൻ പിന്നെന്താണ്? അവർക്ക് തങ്ങളുടേതായ ശരിയായ തൊഴിൽ സ്വന്തം തിരഞ്ഞെടുക്കാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഓരോ കുട്ടിയുടെയും കഴിവെന്ത്, ഓരോ കുട്ടിയുടെയും താല്പര്യമെന്ത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ മക്കൾക്ക് സ്വന്തം ഒരു കരിയർ ഗോൾ സെറ്റ് ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ കുട്ടികളെ ഉയർത്തുക എന്നുള്ളതാണ് ഓരോ രക്ഷിതാവിൻ്റെയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിജി എന്ന് പറഞ്ഞാൽ കരിയർ ഗൈഡൻസ് ആണ്. കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സിജിയാണ്. സിജിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ബന്ധമുള്ള ഒരാൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട ബേസിക് നോളജ് ഉണ്ടായിരിക്കണം എന്നൊരു ധാരണ നമുക്കുണ്ട്. അപ്പൊ ആ അർത്ഥത്തിൽ ഈ മേഖലയിലേക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് വരണം, അറിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ സിജിയുടെ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മുടെ മക്കൾക്ക് നല്ല ഒരു അക്കാദമിക് ലൈഫ്, ദെൻ നമ്മുടെ മക്കൾക്ക് തുടർന്ന് നല്ലൊരു കരിയർ ലൈഫും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി 3 മിനിറ്റ് ബാക്കിയുണ്ട്. അതിലെ 1 മിനിറ്റ് സ്വാഭാവികമായിട്ടും കൺക്ലൂഷന് വേണ്ടിയായിരിക്കും, വോട്ട് ഓഫ് താങ്ക്സിന്. ബാക്കി 2 മിനിറ്റ് ഉണ്ടാവും. ആ സമയത്ത് എന്തെങ്കിലും കമന്റ് ആവാം, അഡീഷൻ ആവാം, ഡിലീഷൻ ആവാം. എന്നെ ഇതുവരെ ശ്രമിച്ചതിലുള്ള നന്ദി. ഈ ഒരു സെഷനിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഡിവിഷൻ പ്രവർത്തകരോടുള്ള കടപ്പാട് രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സാർ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു. നല്ല പ്രയോജനപ്രദമായ. താങ്ക് യു. മാഷാഅല്ലാഹ്, വെൽ ഡൺ, വെരി എഫക്റ്റീവ്. താങ്ക് യു സർ. താങ്ക് യു. Good morning all. First of all, thank you Ashkar sir. ഡിവിഷന്റെ 283 ദിവസം വളരെ മനോഹരമായി പാരന്റ്സിന് കുട്ടികളുടെ കരിയർ പ്ലാനിങ്ങിൽ എന്തൊക്കെയാണുള്ളതെന്ന് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ വളരെ വ്യക്തമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറഞ്ഞു തന്നത് എല്ലാവർക്കും അത്രയും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുകയാണ്. സർ ആദ്യം തന്നെ സിജിയെ വളരെ വ്യക്തമായി തന്നെ വളരെ ക്ലിയറായി ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ സർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ എല്ലാവർക്കും സിജിയെ അറിയുന്നവരായിരിക്കും. എന്നാലും ആദ്യമായി കേൾക്കുന്നവർക്ക് സിജി എത്രത്തോളം നന്നായി ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് അഷ്കർ സാറിന്റെ ഒരു ക്ലാസ് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഒരു ചൈനീസ് പഴഞ്ചൊല്ലുണ്ട്, ഒരു നാൾ പറക്കാൻ പഠിക്കുന്നവൻ ആദ്യം നിൽക്കാൻ പഠിക്കണം എന്നുള്ളത്. അഷ്കർ സാറിന്റെ ക്ലാസ് അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ കുട്ടികളുടെ ഭാവി എന്താവണമെന്ന് നമ്മള് രക്ഷിതാക്കൾ ആദ്യം മുതൽ അറിഞ്ഞിരിക്കണം. കുട്ടികളെക്കാൾ നന്നായി രക്ഷിതാക്കൾ എത്രത്തോളം അവരുടെ കരിയർ പ്ലാനിങ്ങിൽ അവർക്ക് എത്രത്തോളം റോൾ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് സാർ പറഞ്ഞത്. ഞാനിപ്പോ 2 ദിവസം മുന്നേ എൻ്റെ ഒരു ബന്ധു വിളിച്ചിരുന്നു. അവരുടെ കുട്ടി 2 പ്രാവശ്യം നീറ്റ് കോച്ചിങ്ങിന് പോയി എഴുതി. ഇപ്പോഴാണ് അവർ ആലോചിക്കുന്നത് ഈ നീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും, കുട്ടിക്ക് എന്തിലാണ് താല്പര്യം എന്നുള്ളത് അവർക്ക് ഇപ്പോഴും ഒരു സംശയത്തിലാണുള്ളത്. അപ്പൊ അവർക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത് നമ്പറൊക്കെ കൊടുത്ത് സിജിയിൽ പോയി ഒരു കരിയർ ഗൈഡൻസ് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ 20 വയസ്സായതിനു ശേഷമാണ് അവരും കുട്ടിയും രക്ഷിതാക്കളും ഒന്നിച്ചാലോചിക്കുന്നത് ഈ നീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് അഷ്കർ സാറിന്റെ ഇന്നത്തെ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് വളരെ നന്നായി പറഞ്ഞു തന്ന ഈ ഒരു ക്ലാസ്. ഡിവിഷന്റെ നന്ദി ഒരിക്കൽ കൂടി അഷ്കർ സാറിന് അറിയിക്കുകയാണ്. സിജിയുടെ
നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിനും സിജിയുടെയും ഡിവിഷന്റെയും നന്ദി അറിയിച്ചുകൊണ്ട് നാളെ നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കാണാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി താങ്ക് യു ഓൾ. താങ്ക് യു.